വെൽക്കം വെൽക്കം പറയാൻ. വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ആ വേറെ അമ്മു ചേച്ചി തൂക്കാൻ പോവാണ് ആദ്യമായി. നമ്മള് ഇന്നത്തെ ക്ലീനിങ് വീഡിയോ ആണ് ഗൈസ്. നമ്മുടെ ഈ വീട്ടിലെ ആദ്യത്തെ ഓണമാണ്. സോ ലെറ്റ്സ് സെലിബ്രേറ്റ്. ഫുള്ള് പൊടി. ഞാൻ അടുത്ത് വന്നു. അവിടെ നിന്നിട്ട് എന്താ കാര്യം? ഫുള്ള് പൊടി അടിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ ഫുള്ള് മഴയാണ്, അതുകൊണ്ട് ഫുൾ പൂപ്പലുണ്ട് കേട്ടോ. നല്ല മഴയാണ്. ഇവിടെ തോന്നിട്ടില്ല മഴ. ഇപ്പോഴും പുറത്ത് ഭയങ്കര ഇരുട്ട് കിടക്കാണ്. നമുക്കിതെല്ലാം ഒന്ന് തൂത്തുവാരി തുടച്ച്, എനിക്കൊരു താല്പര്യമൊന്നും ഇല്ല. പോയി തുണി എടുത്ത് തുടക്കടി. ചെല്ലടി, നിന്റെ അടുത്ത് തന്നെ. ഞാനല്ലേ ഓണം സെലിബ്രേറ്റ് ചെയ്ത്. നീയാണ് ചെയ്യേണ്ടത്. ഡാൻസ് കളിക്ക്. അച്ഛൻ്റെ എല്ലോട്ട് കൊടുക്ക്. ഫുൾ ക്ലീൻ ആക്കാൻ പോവാണ് ഗൈസ് നമ്മൾ. നീ എന്തോ കഴിച്ചോണ്ടിരിക്കുന്നു? നീ ചെയ്യണ പണി. ഇതാണ് ഗൈസ് ഇവിടുത്തെ അവസ്ഥ. ഫുൾ മഴയാണ്, ഫുൾ മഴ. ട്രിവാൻഡ്രത്താടേക്ക് ഫുള്ള് വെയില്. ഇവിടെ എനിക്കൊന്ന് ഇങ്ങോട്ടേ ഉള്ളൂ കേട്ടോ. ഭയങ്കര മഴയാണ്. ഞങ്ങൾ ഓണം ഫുള്ള് മഴയിലായിപ്പോയി. ആദ്യം ബാംഗ്ലൂർ മഴയുണ്ടോ? ഉണ്ടോ? രണ്ടടുത്ത് നിന്നേ. ആ ഇപ്പഴും നിക്ക് ഗൈസ്. ഇവര് ട്വിൻസ് ആണ് ഗൈസ്. കണ്ടാ പറയോ? ഐഡന്റിക്കൽ ട്വിൻസ്. അൺഐഡന്റിക്കൽ ട്വിൻസ്. അപ്പൊ നമ്മള് ക്ലീൻ ചെയ്യാൻ പോവാണേ. കണ്ടോ, വൈകുന്നേരമായി. ഇന്നിടയ്ക്ക് ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തായിരുന്നു. ഇനി എൻ്റെ ബാത്റൂമൊക്കെ ഒന്ന് ഫുള്ള് കഴുകണം. ഫുള്ള് മീൻസ് എന്താ പറയുക, സോപ്പ് പൊടി കിട്ടുന്നതിന് വൃത്തിയായിട്ട് കഴുകണം. പിന്നെ റൂമൊന്ന് തൂത്തുവാരി ഓൾറെഡി തുടയ്ക്കണം, അത്രേ ഉള്ളൂ. അതോടുകൂടി നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ആ ഒരു സെക്ഷൻ നന്നായിട്ട് അങ്ങ് മാറും. പിന്നെ ഞാൻ എൻ്റെ റൂമിൽ മറ്റേ ബ്രൈറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നത്, അതാ കിടന്നത്. ഞാൻ വാമാക്കി. എപ്പോഴും നമ്മുടെ റൂമിന് ഭംഗി കാണുന്നത് വാം ലൈറ്റ് ആയിരിക്കും ഇവിടെ കേട്ടോ. എല്ലാ ലൈറ്റും വന്നിട്ടില്ലേ? യെസ്, ഓക്കെ. ഇപ്പോൾ കുറച്ച് ബ്രൈറ്റ്നെസ് ആയിട്ടുണ്ട് റൂമൊക്കെ. അപ്പം ഞാൻ എൻ്റെ ബാത്റൂം ഒന്ന് കഴുകാൻ പോവുകയാണ് ഗൈസ്.
നമ്മുടെ ഈ വീട്ടിലെ ഏറ്റവും വലിയ ബാത്റൂം എൻ്റെ ബാത്റൂമാണ് കേട്ടോ. ഇരിക്കട്ടെ. അപ്പം ഞാൻ ബാത്റൂം എടുത്ത് കഴിഞ്ഞിട്ട് വരട്ടെ. ഗുഡ് മോർണിംഗ്. അപ്പം രാവിലെ എഴുന്നേറ്റു. ഞാൻ രാവിലെ എഴുന്നേറ്റു കേട്ടോ, സത്യമായിട്ടും രാവിലെ എഴുന്നേറ്റ് പോയി ചായയൊക്കെ കുടിച്ച് ഒരു റൗണ്ട് എഡിറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇൻസ്റ്റ, യൂട്യൂബ്, വാട്സപ്പ് എല്ലാം നോക്കി, ഫേസ്ബുക്കൊക്കെ നോക്കി കണ്ടു കഴിഞ്ഞിട്ടാണ് എന്നിരുന്നപ്പോൾ അമ്മ കാപ്പി കുടിക്കാൻ വിളിക്കുന്നത്. അപ്പോൾ പോയി ചൂട് ദോശയും സാമ്പാറും കഴിച്ചിട്ട് ഒരു ഷർട്ട് എടുക്കാറുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ പറയാമേ. പിന്നെ കുറച്ച് പച്ചക്കറി മേടിക്കാറുണ്ട്. അതിന് അലുമുക്കിൽ പോകണം. അലുമുക്കിൽ. വെൽക്കം ടു കൊച്ചടുക്കള. നല്ല വൃത്തിയുള്ള അടുക്കള ഗൈസ്. എനിക്ക് ഒരെണ്ണം മതി. വേണ്ട, തണുത്തത് മതി. എന്തോന്നല്ല ഒരു തെളിയുന്നേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പതുക്കെ എടുത്തൂടെ. മതിയോ? അത് മതിയോ? യെസ്. വാ വാ വാ. ഓം ശിവോയ ഓം ശിവോയ സായ യോഗി യോജ്യോ മഹാബീജോ മഹാരേ. നമ്മുടെ വീട്ടിലെ ആദ്യത്തെ അത്തം കേട്ടോ. ഇപ്രാവശ്യം അമ്മൂമ്മ അത്തമൊന്നും ഇട്ടില്ല, കാരണം ഫുള്ള് മഴയായിരുന്നേ. അപ്പം ഞങ്ങൾ ഇന്ന് അത്തം ഇടുകയാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നപ്പോൾ പൂവൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത്തം എനിക്ക് ശരിക്കും ഇടാൻ അറിയാത്തത് കൊണ്ട് ഞാനത് പിച്ചിയെല്ലാം വെച്ച് കൊടുത്തു. അമ്മ അത് കറക്റ്റായിട്ട് ഇട്ടു. പക്ഷെ നമ്മൾ വലിയൊരു അത്തം കേട്ടോ ഇട്ടത്. ആൻഡ് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കണം. രാവിലെ ഒന്ന് പെയ്ത് തോർന്നതാണ് നിങ്ങൾ കാണുന്ന മുറ്റത്തുള്ള വെള്ളമൊക്കെ. അമ്മ രാവിലെ തന്നെ ഇഞ്ചി, മാങ്ങ, അതേപോലെ തന്നെ നാരങ്ങ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സദ്യക്കുള്ള. അതുകൊണ്ട് ആ ടെൻഷൻ ഇനിയില്ല. ഇനി നമ്മുടെ അല്ലാത്തുള്ള കറികളൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം നമ്മുടെ നാട്ടിലത്തെ, നമ്മുടെ വീട്ടിലത്തെ ആദ്യത്തെ ഓണമാണ്. ഞങ്ങൾ അത്തമൊക്കെ ഇട്ട് രാവിലെ അമ്പലത്തിൽ പോയി. ഇനി സദ്യ ഒരുക്കണം. രാവിലെ തന്നെ അമ്മ അച്ചാറുകളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ള കറികളിൽ ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് വാങ്ങി നമ്മുടെ നോർമൽ ഡ്രസ്സ് ഇട്ടെ എങ്കിലേ എനിക്കൊരു കംഫർട്ടബിൾ കിട്ടത്തുള്ളൂ. അപ്പം അത് കണ്ടുപോവാം. ഫോട്ടോ എടുക്കണേ. ചകര പന്തലിൽ തേമഴ പൊഴിഞ്ഞപ്പോൾ മാവേലി വന്ന് മുത്തപ്പനും വന്നേ. മുത്തപ്പൻ അങ്ങോട്ട് എഴുന്നേൽ അങ്ങോട്ട് വരികയാണ്. ഫോട്ടോ എടുക്കുന്ന കൊള്ളാം, മാമിക്ക് ഇട്ട് കൊടുക്കല്ലേ. കൊല്ലുമോളെ എന്നെ കൊല്ലുവേ. മുത്തപ്പന അനുഗ്രഹം തരിക. മുത്തപ്പൻ വന്നേ. എന്റെ മാമനാണ് അത്. ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ഫണ്ടി മാൻ എന്ന് പറയാം. 6 സ്വരൂപ കാണിച്ച. അയ്യോ ഒരു മിനിറ്റ് 6 സ്വരൂപ കാണിച്ച. 1 2 3 4 5 ഡാൻസ് കളിക്കേ.
പുഞ്ചിരിയേ പോണ് പതിക്കുന്ന ഹാപ്പി ഓണം പറ കുഞ്ഞമ്മേ. കാപ്പി ഓണം മോനെ, കാപ്പി ഓണം. അമ്മമ്മേ ഹാപ്പി ഓണം പറ. കാപ്പിയാ അവിടെ സദ്യക്കായോ? സദ്യ വെക്കുന്നില്ലേ? വെക്കുന്നുണ്ട്. വില പോലും വെട്ടി വെച്ചില്ല ഇന്നലെ. ഒറ പോലും ഒഴിച്ചില്ല. എന്താ വാങ്ങിച്ചില്ല? ഒറ ഒഴിച്ചില്ലെന്ന്. ഒറ ഒഴിച്ചില്ല ഇന്നലെ. മറ്റേ മോരൊക്കെ ഉണ്ടാക്കണ്ടേ. പിന്നെ എണ്ണയിനകത്തുള്ളത് ഇനിയിപ്പോ ഏതെന്ത് ഇട്ടത്? എനിക്കറിയാം എങ്ങനെ പിടിക്കണം. തിരിച്ചിട് ഒന്നുകൂടെ തിരിച്ചിട്. ഉപ്പേരി കൊണ്ടുപോകാം. അങ്ങനെ വിളക്കിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഊണ് വെച്ചു, പുറത്ത് കൊണ്ടുവച്ചു. അതിനുശേഷം നമ്മൾ കഴിക്കാൻ പോവാണേ. ഞാനും അമ്മയും അമ്മമ്മയും പിന്നെ നമ്മുടെ വീഡിയോഗ്രാഫറും മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ. പിന്നെ മാമി വന്നിട്ടുണ്ട്. മാമി അക്കരയിൽ നിന്ന് എല്ലാം ഫുഡെല്ലാം കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ വിളിച്ചിട്ട് മാമി പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന്. അവിടെ നേരത്തെ ഇപ്രാവശ്യം സദ്യയൊക്കെ ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ ഇക്കൊല്ലത്തെ തിരുവോണ സദ്യയും നമ്മുടെ വീട്ടിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്പെഷ്യൽ. എല്ലാം ഓക്കെ ആയിരിക്കുമോ? ഇതൊന്നും ഞാൻ ഉപ്പ് നോക്കാതെ ഉണ്ടാക്കുന്നതാണ്. അടിപൊളി കറിയിൽ നോക്കാം. നിന്റെ പപ്പടം അമ്മ എടുത്തിട്ടല്ലേ നിന്റെ പപ്പടം ഇതാ അതിനെ മാറിപ്പോയതേ ഉള്ളൂ. എങ്ങനെയുണ്ട് പരിപ്പും പപ്പടം? അങ്ങനെ ഇക്കൊല്ലത്തെയും തിരുവോണം ഇങ്ങനെ അങ്ങ് കഴിഞ്ഞിരിക്കാൻ കേട്ടോ. ഇനി അടുത്ത കൊല്ലം എന്താ എങ്ങനെയാണെന്ന് ആർക്കും ഒരു പിടുത്തവും ഇല്ല. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി ഓണം. ടാറ്റാ ബൈ.